ശ്രീധരൻ കർത്തായ്ക്ക് സേവനം കൊടുക്കുന്നു, ഓൺലൈൻ സേവനങ്ങൾ കൊടുക്കുന്നു എന്ന വ്യാജേന അദ്ദേഹം ഈ വീണ വിജയന് മാസാമാസം കൊടുത്തുകൊണ്ടിരുന്നു എന്നുള്ളതായിരുന്നു ആദ്യത്തെ റിപ്പോർട്ട്. പിന്നെ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പലപ്പോഴും നമ്മള് ചാനൽ യഥാർത്ഥത്തിൽ നടപടിയും സ്വീകരിക്കാതെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ജനങ്ങളുടെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ആ ഡീല് എനിക്ക് പറയാം. ഭരണപക്ഷ MLA PV അൻവർ ADGP അജിത് കുമാറിനെതിരെ ഒരു ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഒരു നടപടി സർക്കാർ ഇതുവരെ എടുത്തിട്ടില്ല. ഉപകാരം ചെയ്തു കൊടുത്തുകൊണ്ട് 175 കോടി രൂപ പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഈ പറയുന്ന രണ്ട് ഔദ്യോഗികമായ അങ്ങനെ ഗുരുതരമായിട്ട് ഒന്നുകിൽ ഗുരുതരമായ ആരോപണമാണ് അന്വേഷിക്കണം, അല്ലെങ്കിൽ MLA ആർജവം കാണിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇപ്പോഴേ നമ്മുടെ വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ട് ബേപ്പൂർ ഫെസ്റ്റിന് കോടികൾ ചെലവാക്കുകയും ആലപ്പുഴയിലെ വള്ളംകളിയെ ഉപേക്ഷിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഇരട്ടത്താപ്പല്ലേ സർക്കാരിന്റെ? ഞാൻ പറയുന്നു, വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അന്ന് നമ്മളെല്ലാവരും വള്ളംകളി മാറ്റിവെച്ചതിനെ അനുകൂലിച്ചവരാണ്. ഇത്രയും വലിയ ദുരന്തം നടക്കുമ്പോൾ വള്ളംകളി പോലെയുള്ള നാട്ടിലെ ജനങ്ങളെ അപ്പൊ ആലപ്പുഴയുടെ ഏറ്റവും വലിയ വൈകാരികമായിട്ടുള്ള ഒരു സംരംഭമാണ് നെഹ്റു ട്രോഫി വള്ളംകളി, ആലപ്പുഴയുടെയും കുട്ടനാടിന്റെയും. അപ്പൊ ആദ്യത്തെ പരിഗണന കൊടുക്കേണ്ടത് അവിടെയല്ലേ, ബേപ്പൂരിനാണ് കൊടുക്കേണ്ടത്. ഞാൻ ഇന്നലെ മുഖ്യമന്ത്രി കത്ത് കൊടുത്തിട്ടുണ്ട്. ആലപ്പുഴയിലെ നെഹ്റു ട്രോഫി വള്ളംകളി എത്രയും പെട്ടെന്ന് നടത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. അതിന് എന്തെല്ലാം നിബന്ധനകൾ വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. ചെലവ് ചുരുക്കാനും ചെലവ് കുറക്കാനും ഒക്കെ എല്ലാം ആലോചിക്കാം. പക്ഷേ ഇതിനു വേണ്ടി ഒക്കെ തന്നെ വലിയ പ്രതിഷേധം ഒറ്റയടിക്ക് ഇത് ക്യാൻസൽ ചെയ്യുന്നത് ഒട്ടും ഗുണകരമല്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ്. അവിടെ സഹായിക്കാം, ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് ഇരട്ടത്താപ്പാണ്. താങ്കൾ ഇത് സംബന്ധിച്ച് കത്ത് കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ CPM സർക്കാരിന്റെ നടപടികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ അതാണ് ഞാൻ കത്ത് ചൂണ്ടിക്കാണിച്ചത്. നെഹ്റു ട്രോഫി വള്ളംകളിയും തൃശ്ശൂർ പൂരവും ഈ രണ്ടാണ് അന്തർദേശീയ മാർക്കറ്റിൽ പോലും നമ്മള് വിനോദസഞ്ചാരത്തെ പ്രൊമോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന രണ്ട് ബ്രാൻഡുകളാണ്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാൻഡിൽ ടൂറിസ്റ്റ് സീസണുകളിൽ നടത്തുന്നത് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ടൂറിസത്തിന് ഏറ്റവും ടൂറിസം മന്ത്രി തന്നെ ഇത് പറയാമെന്ന് പറഞ്ഞ സത്യത്തിൽ അത്ഭുതം തോന്നുന്നു. ഞങ്ങൾ സഹായിക്കില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് സർക്കാർ ആ തീരുമാനം മാറ്റണം. സെപ്റ്റംബറിൽ തന്നെ പറ്റുമെങ്കിൽ വള്ളംകളി നടത്തണമെന്നാണ്. തോട്ടപ്പള്ളിയിലെ തുടർ സമരങ്ങൾ എങ്ങനെയായിരിക്കും? അതായത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം വന്നു, അതിനുശേഷം മറ്റൊക്കെ പരിപാടികൾ ഉണ്ടായില്ല. തുടർ പരിപാടികൾ എന്താണ്? തീർച്ചയായിട്ടും ഇത് കോൺഗ്രസിന്റെ പരിപാടികൾ എന്നുള്ള നിലയിലേക്കല്ല ഞാൻ കാണുന്നത്. ഇത് ഈ തീരത്തിന്റെ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം. നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇപ്പൊ ഇവർ പറയുന്നതിലൊന്നും ഒരു ട്രാൻസ്പെറൻസി ഇല്ല. എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി നടത്തിയിട്ടില്ല, ആവശ്യമായിട്ടുള്ള മൈനിങ് ലൈസൻസ് ഇല്ല. ഇതൊന്നും ഇല്ലാതെ വളഞ്ഞ വഴിയിലൂടെ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് നടക്കുന്ന ഒരു ഘടനമാണ് ഇത്. ഒരു സംശയം വേണ്ട, ഈ നാടിനെ അപകടത്തിലാക്കുന്ന ഏറ്റവും വലിയ ദുരന്തമായിട്ട് ഇത് മാറും. ഇത് കൊണ്ടുപോകുന്ന KMMലേക്കും IREയിലേക്കുമാണെന്ന് പറയുന്നത്. KMMലാണെങ്കിൽ ഏറ്റവും ഗുരുതരമായ അഴിമതി ആരോപണം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മറവിൽ എന്തൊക്കെയോ അഴിമതി നടത്താൻ വേണ്ടിയിട്ട് ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ഇത് ജനങ്ങളുടെ ഒരു സമരമാണ് എന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായി ജനങ്ങളുടെ കൂടെ നിൽക്കും. ഈ സമരം ശക്തമായിട്ട് വിജയം വരെ മുന്നോട്ട് പോകും. ഞാൻ പറയുന്നത് കോൺഗ്രസ് അതിന് ബാധ്യതയുണ്ട്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, കോൺഗ്രസിനെ മാത്രമായി